ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ശൈഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള അഹ്കാമുൽ ജനായിസ് വബിദഉഹ എന്ന കിതാബാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഹ്കാം അൽ ജനായിസ്, ജനാസയുമായി ബന്ധപ്പെട്ട ഹുക്മുകൾ. ഒരു മനുഷ്യൻ മരണാസന്നനായതു മുതൽ അയാളെ ഖബറടക്കുകയും അതിനുശേഷവും ഉള്ള കർമ്മങ്ങൾ, വിധികൾ. വബിദഉഹ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒന്നും പഠിപ്പിക്കാത്ത നിലക്ക് അതിൽ ആളുകൾ കടത്തിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളില്ലാതെ കിതാബിലേക്ക് കടക്കട്ടെ. ശൈഖ് അൽബാനിയെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, വഖദ് ഖാല അല്ലാഹു അസ്സ വജൽ. അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോകട്ടെ. അല്ലാഹു പറഞ്ഞു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു അവനാകുന്നു അല്ലദീ ഖലഖൽ മൗത, ഏതൊരുവന്റെ കയ്യിലാണോ ആകാശഭൂമികളുടെ ആധിപത്യമുള്ളത്, അതുപോലെ എല്ലാ കാര്യത്തിലും കഴിവുള്ളവൻ, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അല്ലദീ അവനാണ് ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും. അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് മരണത്തെ സൃഷ്ടിച്ചു എന്നാണ്. വൽ ഹയാത്ത, ജീവിതത്തെയും പഠിച്ചു. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയുവാൻ. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നല്ല അള്ളാഹു പറഞ്ഞത്, ഏറ്റവും നന്നായി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. എന്നാൽ ആ ഒരു കാര്യം അഹ്സനാവുകയുള്ളൂ, നന്നാവുകയുള്ളൂ. വഹുവൽ അസീസുൽ ഗഫൂർ, അവരാണ് പ്രതാപി, അതുപോലെ നന്നായി പൊറുക്കുന്നവൻ. വീണ്ടും അള്ളാഹു പറയുന്നു സൂറത്തുൽ അംബിയ, ഞാൻ ഓതിയത് സൂറത്തുൽ മുൽക്കിലെ ആയത്താണ്, തുടക്കത്തിലുള്ള ആയത്തുകൾ. സൂറത്തുൽ അംബിയ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഓരോ നഫ്സും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും, നാം നിങ്ങളെ പരീക്ഷിക്കുന്നു, ബിശ്ശർരി വൽ ഖൈർ, ശർറ് കൊണ്ടും ഖൈർ കൊണ്ടും, പ്രയാസങ്ങൾ തന്നിട്ടും സന്തോഷം തന്നിട്ടും. വഇലൈനാ തുർജഊൻ, നമ്മിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങി വരുന്നതും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കോട്ട കെട്ടിയ, ശക്തമായി കെട്ടിയെടുത്തൊരു കോട്ടക്കകത്താണെങ്കിലും. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ അള്ളാഹു മരണം ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു എവിടെയാണ് അയാൾ മരിക്കാൻ തീരുമാനിച്ചത്, അവിടത്തേക്ക് ഒരു ആവശ്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അവിടത്തേക്ക് ആൾ ചെല്ലും. നമ്മൾ പറയും, എന്ത് അയാൾ ആ നേരത്തെ അവിടെ പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും. അള്ളാഹു തീരുമാനിച്ചതാണ്. അള്ളാഹു തീരുമാനിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിനെ അവധി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ശൈഖ് അൽബാനി ഇവിടെ ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മാലി വലിദ്ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിപരുത്ത കട്ടിലിൽ കിടന്ന് ദേഹത്തതിന്റെ പാട് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിസ്റയും കൈസറും ഒക്കെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ, മടിമേടകളിൽ അന്തി ഉറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഇവിടെയാണല്ലോ കിടക്കുന്നത്,
എന്ന് പറഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം തോന്നി. അടുത്തേക്ക് കരച്ചിൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് നാലി വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? നാലി വലിദ്ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ അസ്തവില്ലു തഹ്ത ശജറത്തിൻ ثم راح وتركها. ഞാൻ ഈ ദുനിയാവിൽ ആരെപ്പോലെ മാത്രമാണ്, മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ, ഒരു യാത്രക്കാരനെ പോലെ. ഇസ്തവല്ല തഹ്ത ശജറത്തിൻ, യാത്രക്കിടയിൽ ഒട്ടകപ്പുറത്തിങ്ങനെ അല്ലെങ്കിൽ കുതിരപ്പുറത്തിങ്ങനെ ദൂരേക്ക് യാത്ര പോകുന്നതിനിടയിൽ ഒരു സ്ഥലം കണ്ടപ്പോ, ഒരു മരം കണ്ടപ്പോ അതിന്റെ തണൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്രക്കാരൻ മാത്രമാണ് ഞാൻ. പിന്നീട് അയാൾ ആ മരം ഉപേക്ഷിച്ചു കൊണ്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ രണ്ട് ചുമലുകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ, നീ ദുനിയാവിലെ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക. ഇത് കേട്ട ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആരെ കണ്ടാലും പറയും, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിറിൽ സബാഹ്, നിനക്ക് പകലായാൽ നീ വൈകുന്നേരത്തൊന്നും പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ നീ പകലായൊന്ന് പ്രതീക്ഷിക്കണ്ട, മറിച്ച് നിന്റെ ജീവിതത്തെ മരണത്തിലേക്ക് നീ ഉപയോഗിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രണ്ട് ആയത്തുകളും ഈ ഒരു ഹദീസും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹു തആല ആദ്യം തന്നെ എടുത്തുദ്ധരിക്കുകയാണ്. എത്രമാത്രം മരണം നമ്മോട് അടുത്താണ് എന്ന് സൂചിപ്പിക്കുവാൻ. എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉള്ള അനുഭവമാണ് മരണം. അപ്പൊ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഒരാൾക്ക് തർക്കമില്ലാത്ത കാര്യമാണല്ലോ അല്ലേ, മരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നു, നമ്മളും കാത്തിരിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അള്ളാഹു നന്നായി പഠിക്കുവാൻ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇതിലൊക്കെ നമുക്ക് ഖലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്നിട്ട് ഈ ആമുഖത്തിൽ ഷെയ്ഖ് അൽബാനി ഈ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള അധ്യായങ്ങൾ സൂചിപ്പിക്കാൻ, അത് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വിഷയം, ഈ കിതാബ് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, മാ യജിബു അലൽ മരിയം, എന്തൊക്കെയാണ് ഒരു മരിയമിന്, ഒരു രോഗിക്ക് നിർബന്ധമായിട്ടുള്ളത്. ഒരു മനുഷ്യൻ രോഗിയായാൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, എന്തൊക്കെയാണ് അയാൾക്ക് നിർബന്ധമായിട്ടുള്ളത്. രണ്ട്, തൽഖീൻ അൽ മുഹ്തദിർ, മരണം ആസന്നമായവന് ഓർമ്മപ്പെടുത്തി കൊടുക്കൽ എന്ന അധ്യായം. അയാൾക്ക് ഷഹാദത്ത് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മുഹ്തദിർ എന്ന് പറഞ്ഞാൽ മരണമാസന്നനായവൻ, മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ആളുകൾ, അവരെ അനുഭവസ്ഥർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആളുകളെ. രണ്ടാമത്തെ അധ്യായം ഇതാണ്. മൂന്നാമത്തേത് മാ അലൽ ഹാദിരീന ബഅദ മൗതിഹി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാദിറായിട്ടുള്ള, അവിടെ ഹാജരുള്ള ആളുകൾക്ക് ഉള്ള ബാധ്യതകൾ എന്തൊക്കെ, ഇതാണ് അടുത്ത അധ്യായം. അടുത്തത് മാ യജൂസു ലിൽ ഹാദിരീന വഗൈരിഹിം, അവിടെ ഹാദിറുള്ളവർക്കും അല്ലാത്തവർക്കും ചെയ്യാവുന്നത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ. മരണം വന്നാൽ കരയാൻ പാടുണ്ടോ, അട്ടഹിക്കാൻ പാടുണ്ടോ, അങ്ങനെ അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെ. അടുത്തത് മാ യജിബു അല അഖാരിബിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെ. അടുത്തത് മാ യഹ്റുമു അലൈഹിം, അവർക്ക് പാടില്ലാത്ത എന്തൊക്കെ, ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെ. അടുത്തത് അന്നഇ അൽ ജാഇ, നഇ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണശേഷമുള്ള മരണത്തെ, മരിച്ചു എന്ന വിവരം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. അതിലെ ജായിസായ വശം, അനുവദനീയമായ വശം എങ്ങനെ, ഇത് ഹറാമായ ഒരുപാട് വശങ്ങളുണ്ട്, അതല്ലാതെ അജായിസായ കാര്യങ്ങൾ എന്തൊക്കെ. അടുത്തത് എട്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാബാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അലാമാത്തു ഹുസ്നുൽ ഖാത്തിമ. ഹുസ്നുൽ ഖാത്തിമ പറഞ്ഞാൽ എന്താ, നല്ല അന്ത്യം, മുസ്ലിമായിട്ടുള്ള മരണം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് ഒരിക്കലും തഅയീൻ ചെയ്ത് പറയാൻ, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സന്തോഷത്തിന് വക നൽകുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ലക്ഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മരിച്ച ആളുകൾ അയാൾ അള്ളാഹുവിന്റെ റഹ്മത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പോകുന്ന ലക്ഷണങ്ങൾ, അതാണ് ഈ അധ്യായം. അടുത്തത് സനാഉൻ നാസ് അലൽ മയ്യിത്ത്, മരിച്ച മനുഷ്യനെ കുറിച്ച് ജനങ്ങൾ പുകഴ്ത്തി പറയൽ എന്ന അധ്യായം. അത് എത്ര വരെ ആകാം, അങ്ങനെ പാടുണ്ടോ, ആര് പറയണം, അങ്ങനെ പറയൽ
സുന്നത്താകുന്ന അവസ്ഥയുണ്ടോ? ഇതൊക്കെയാണ് പറയുന്നത്. അടുത്തത് ഗുസ്ലുൽ മയ്യിത്ത് കുളിപ്പിക്കൽ. പിന്നെ ജസ്നി വസിയാറത്തുൽ ഖുബൂർ, ഖബറടക്കുന്നത് വരേക്കും പിന്നെ ഖബറുകൾ സന്ദർശിക്കുന്നതും വലിയൊരു വിഷയമാണ്. സിയാറത്തുൽ ഖുബൂർ മുസ്ലിം ഉമ്മത്ത് തെറ്റിപ്പോയത് ആ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയ്യത്തുകൾ പറഞ്ഞതും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ മാറത്ത് തലചായ്ച്ചുകൊണ്ട് അവരുടെ അഭിമാനത്തോടുകൂടി പറയാറുണ്ടായിരുന്നു, മാ ബൈന സദ്രി വനഹ്രി, എന്റെ നെഞ്ചത്ത് തലചായ്ച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. എന്റെ ഉമിനീര് റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി കൂടിച്ചേരാൻ എനിക്ക് ആ നേരത്ത് ഭാഗ്യം ലഭിക്കട്ടെ. റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നിയപ്പോൾ മിസ്വാക്ക് വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹാ കടിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാരി വെച്ചു കൊടുത്തു. ഒരു അഭിമാനത്തോട് കൂടി അത് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ് റളിയല്ലാഹു അൻഹാ അവരുടെ മാറത്ത് തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അല്ലാഹു യൂത ക്രിസ്ത്യാനികളെ ശപിക്കട്ടെ, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ അവർക്കുണ്ട്. എന്താണ് കാരണം? അവരവരുടെ പ്രവാചകന്മാരുടെ, അവരിലെ നല്ല മനുഷ്യന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. നമുക്ക് അവസാനത്തെ വസിയത്ത് എന്തിനാണിത് ശപിച്ചു പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? യുഹദ്ദിറു മിസ്ലല്ലദീ സനഉ, അവർ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യരുതെന്നുള്ള താക്കീതാണ് അതിലുള്ളത്. മുസ്ലിം ഉമ്മത്ത് തന്നെയാണ് തെറ്റിപ്പോവുക, അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുക. ഒരു ചാണിനുകളും പാടില്ല. അവിടെ കെട്ടിപ്പൊക്കി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മആദല്ലാഹ്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ചെറുക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതിലേക്ക് മുസ്ലിം ഉമ്മത്തെത്തും. അവിടെ നേർച്ചകൾ, ഉത്സവങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ ഒരു ഉറൂസിന്റെ, ഈദ് പറഞ്ഞാൽ നേരെ ഉറുദുലെന്താ ഉറൂസാണ്, ഉത്സവം, ആഘോഷം, വീണ്ടും വീണ്ടും മടങ്ങി വരുന്ന ആഘോഷം എന്നാണ് അർത്ഥം. വർഷാവർഷം അതിന്റെ കേന്ദ്രമാക്കല്ലേ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഷിറാറുൽ ഖൽഖി, അവരാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ദുഷിച്ച പടപ്പുകൾ എന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ച് അവരിനെ ആരാധിക്കുന്ന, അവരിൽ മൺമറഞ്ഞ ആളുകൾ ആരാധിക്കുന്ന അതിനെ കുറിച്ച് സല്ലല്ലാഹു അവസാനത്തെ വസിയത്ത്. ഒരു നേതാവിന്റെ അവസാനത്തെ വസിയത്ത് അനുയായികൾ തള്ളിക്കളയാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയത്താണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം ഷെയ്ഖ് അൽബാനി പറയുന്നു, വഖതംതുഹു, ഈ പുസ്തകം ഞാൻ അവസാനിപ്പിച്ചത് ബിഫസ്ലിൻ ഖാസിൻ, ഒരു പ്രത്യേകം അധ്യായം വെച്ചുകൊണ്ടാണ്, ബിബിദഅഇൽ ജനായിസ്, ജനാസയുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ. അതിനെക്കുറിച്ച് താക്കീത് ചെയ്യണം. മുസ്ലിം ഉമ്മത്തിന് താക്കീത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കരുത്. രണ്ടാമത്തത് എന്താണ്? അല്ലാ നഅ്ബുദഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹു നിയമമാക്കിയതനുസരിച്ചല്ലാതെ അള്ളാഹിനെ ആരാധിക്കരുത്. തോന്നിയാൽ അള്ളാഹിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അതല്ലാത്തതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കർശനമായി വിലക്കി. അതിന്റെ ആളുകൾ ദലാലത്തിലാണെന്ന് പറഞ്ഞു. ദലാലത്ത് നരകത്തിലാണ്. എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം തടയപ്പെടും അവർക്ക്. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റൂല. അതുപോലെ തൗബ സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, അല്ലാഹു ബിദ്അത്തുകാരന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളാ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് ബിദ്അത്താണ്. ഒരാൾ കൊലപാതകം നടത്തുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം, അള്ളാഹുവിന് വെറുപ്പ് എന്തിനോടാണ്? ബിദ്അത്ത് ചെയ്യുന്നതിനോടാണ്. കാരണം പുതിയതായി ദീൻ ഉണ്ടാക്കുകയാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹു ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു, ഇവൻ പുതിയ ദീൻ ഉണ്ടാക്കി. മനസ്സിലല്ലോ? അതുകൊണ്ട് അതിനെതിരെ താക്കീത് നൽകൽ വളരെ അത്യാവശ്യമാണ്. ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇബ്ലീസിനെ മഅസിയത്തുകളെക്കാളും വൻപാപങ്ങളെക്കാളും ഇഷ്ടം ബിദ്അത്തുകളാണ്. ബിദ്അത്ത് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് ബിദ്അത്തുകൾ. നല്ല കാര്യങ്ങൾ വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ കൊലപാതകം നടത്തലോ മോഷ്ടിക്കലോ കൊള്ളയടിക്കലോ ഒന്നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ.
മറിച്ച് നല്ല കാര്യങ്ങൾ നല്ലതാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. മദ്യപിക്കുന്ന ഒരാളോട് ഇത് നിർത്തണമെന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് യാതൊരു ദേഷ്യം ഉണ്ടാവില്ല. അത് പറയും ശരിയാണ് നീ പറയുന്നത്, നിർത്തുന്നത് പക്ഷേ പറ്റൂല. കാരണം വിരാട്ടിന്റെ ഒരാളോട് നിങ്ങളത് പോയി പറഞ്ഞാൽ നമ്മളോട് അയാൾ ചൂടാവും. കാരണം അയാൾ നല്ലതാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ശൈത്താൻ ഏറ്റവും ഇഷ്ടവും. കാരണം അയാൾ യഥാർത്ഥ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. അള്ളാഹു നമ്മെ ഏവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായം മാ യജിബ് അലൽ മരീദ്. മാ യജിബു അലൽ മരീദ്, രോഗിയായ ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അയാൾക്ക് എന്തൊക്കെയാണ് നിർബന്ധം? നമ്മളെല്ലാവരും രോഗങ്ങൾ വരുന്ന അള്ളാഹു ഏവരെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ പൊതുവെ രോഗിയാകുന്നവനാണ്. ഇദ്ദേഹം പറയുന്നു, ഒന്നാമതായി അലൽ മരീദ് അൻ യർദ ബിഖദാഇല്ലാഹ് വയസ്ബിർ അലാ ഖദരിഹി വയുഹ്സിനു الظن بربه ذلك خير له. എന്താണ് വേണ്ടത്? അലൽ മരീദ്, രോഗിക്ക് നിർബന്ധമാണ് അൻ യർദ ബിഖദാഇല്ലാഹ്, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് എപ്പോഴും തൃപ്തി വേണം. രണ്ട്, വയസ്ബിർ അലാ ഖദരിഹി, അള്ളാഹു എനിക്ക് കണക്കാക്കിയതിൽ ക്ഷമിക്കണം, ആ കാര്യത്തിൽ സബർ കൈക്കൊള്ളണം. മൂന്നാമത്തെ എന്താണ്? വയുഹ്സിനു الظن بربه, റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കാനുള്ളത് ഒരിക്കലും പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താണ്? അന ഇൻദ ظن അബ്ദി ബി, ഞാൻ എൻ്റെ അടിമനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു ഞാൻ അവന് അങ്ങനെ ആയിരിക്കും. ഹദീസുകൾ ഞാൻ പറയാം, ഷെയ്ഖ് അൽബാനി പറഞ്ഞെന്നെ പറയാം, നമ്മളൊക്കെ പറയേണ്ടതില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിമും ബൈഹഖിയും അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അജബൻ ലിഅംരിൽ മുഅ്മിൻ, അജബൻ ലിഅംരിൽ മുഅ്മിൻ. എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും കൊണ്ടുവരണം, നിർബന്ധമാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അത് ഈ പോയിന്റായി നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. അത് ഉപകാരപ്പെടും എല്ലാവർക്കും. ഈ പറയുന്ന എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. രോഗിക്ക് നിർബന്ധമായത് എന്താണ്? ഒന്ന്, അയാൾ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക, അതിൽ ക്ഷമിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഹെഡിങ് ഇങ്ങനെ എഴുതി ഷെയ്ഖ് അൽബാനി ഈ പുസ്തകത്തിൽ അങ്ങനെ വിവരിച്ചു. നമുക്ക് സൗകര്യമാണ്. ഒരധ്യായവും നമ്പറിട്ട് അദ്ദേഹം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എഴുതിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ. ഇനി അങ്ങനെ ചെയ്യണം. നിങ്ങളെല്ലാവരും കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അലൽ മരിയം അജബൻ ലിഅംരിൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, തീർച്ചയായും അവന്റെ കാര്യമെല്ലാം അവന് ഖൈറാണ്, ഷർറല്ല. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, മുഅ്മിനല്ലാതെ സത്യവിശ്വാസിക്കല്ലാതെ വേറൊരാൾക്കും ഇതില്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, അവന് ഒരു സറാ, ഒരു സന്തോഷം നൽകുന്ന കാര്യം സംഭവിച്ചാൽ ശകർ, അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിനെ നന്ദി കാണിച്ച് ശുക്ർ ചെയ്യും. അത് നന്മയിലും അൽഹംദുലില്ലാ എന്ന് പറയും. അതുപോലെ ആ നന്മയിൽ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ അവൻ സ്തുതിക്കും. ആ നന്മ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ മാത്രം ഉപയോഗിക്കും. ഇതൊക്കെയാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. വഇൻ അസാബത്ഹു ദർറാ, ഇനി അവനൊരു ദർറ, ഒരു പ്രയാസം ബാധിച്ചാൽ സബറ, അവനെന്ത് ചെയ്യും? ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അതും അവന് ഖൈറായി മാറും. ശുക്ർ ചെയ്താൽ അതും അവന് ഖൈറായി മാറും. പ്രയാസം വന്നാൽ ക്ഷമിക്കും, അതും ഖൈറായി മാറും. ഇത് മുഅ്മിനല്ലാതെ വേറൊരാൾക്കും ഇല്ല. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്തൊരു ഹദീസും കൂടി ഉദ്ധരിക്കുകയാണ്. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്. ഇല്ലാ വഹുവ യുഹ്സിനു الظن ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ചിട്ടല്ലാതെ. അള്ളാഹ് എനിക്ക് നല്ലതേ വരുത്തു, അതെനിക്ക് മോശം വരുത്തു, അള്ളാഹു എനിക്ക് അങ്ങനെ ഇതുവരെ തന്നിട്ടില്ല, ഇനിയും അങ്ങനെ തരും എന്ന വിചാരം ഒരിക്കലും വരാൻ പാടില്ല. പലരും നാവുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാനോ ചിന്തിക്കാനോ പാടില്ല. അള്ളാഹു നല്ലതേ വരുത്തു എന്ന ചിന്ത എപ്പോഴും അള്ളാഹിനെ കുറിച്ച് വേണം. അള്ളാഹു അങ്ങനെ അല്ലാത്ത ആളുകളെ കുറിച്ച്, കാഫിറുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു, യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി വന്നൽ ജാഹിലിയ്യ, അവർ അള്ളാഹുവിനെ കുറിച്ച് സത്യമല്ലാത്തത് വിചാരിക്കുന്നു, ജാഹിലിയ്യത്തിന്റെ വിചാരങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വേണം. അടുത്തത് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, രണ്ടാമത്തത് മരീദിന്
രോഗിക്ക് നിർബന്ധമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം വയംബഗി അലൈഹി അൻ യകൂന ബൈനൽ ഖൗഫി വറജാ യഖാഫു ഇഖാബ അല്ലാഹി അലാ ദുനൂബി വയർജു റഹ്മത റബ്ബിഹി. എന്ത് വേണം? അവന് നിർബന്ധമാണ് അൻ യകൂൻ, അവന്റെ മനസ്സായിരിക്കൽ ബൈനൽ ഖൗഫി വറജാ, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം അവന്റെ മനസ്സ്. യഖാഫു ഇഖാബ അല്ലാഹി അലാ ദുനൂബി, അവന്റെ പാപങ്ങളെ ഓർത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെ അവൻ ഭയപ്പെടുകയും വേണം. വയർജു റഹ്മത റബ്ബി, അവന്റെ റബ്ബിന്റെ റഹ്മത്ത് അവൻ പ്രതീക്ഷിക്കുകയും വേണം. രണ്ടും വേണം, ഒരുപോലെ വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പേടി മാത്രം കൂടി 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 അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശയാവുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ കൂടി 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 അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയത്വമുണ്ടാകുന്ന അവസ്ഥ എത്താനും പാടില്ല. രണ്ടിന്റെ ഇടയിലായിരിക്കണം. ലിഹദീസി അനസിൻ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് സവാഇദു സുഹദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദിന്റെ മകൻ ഇബ്നു അബി ദുനിയ ഉദ്ധരിച്ചിട്ടുണ്ട് സഹിഹായ സനദോടുകൂടി. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ശാബിൻ വഹുവ ബിൽ മൗത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിന്റെ അടുത്തേക്ക് പ്രവേശിച്ചു, അയാൾ മരണാസന്നനായിരിക്കെ. ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുന്ന അവസ്ഥ, എല്ലാവരും മരിക്കും. പത്രം എടുത്ത് നോക്കിയാൽ വളരെ ചെറിയ പ്രായത്തിൽ മരിച്ച കുട്ടികളെ കാണാം, നല്ല പ്രായത്തിൽ മരിച്ച ആളുകൾ കാണാം, ഇടയിലുള്ള എല്ലാ പ്രായക്കാരെയും കാണാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര നമ്മൾ കാണുന്ന അപ്പുറം ഇപ്പുറം എല്ലാം മരിക്കുന്ന ആളുകൾ, നമുക്ക് യാതൊരു ബോധവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, മരണത്തെക്കുറിച്ച് ഏറ്റവും ആലോചിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. എല്ലാ ആസ്വാദനങ്ങളെയും രുചികളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി റസൂലുള്ളാഹി ഒരു ഷാബ്, ഒരു ചെറുപ്പക്കാരൻ, അയാൾ മരണാസന്നനായിരിക്കെ നബി അവിടത്തേക്ക് കടന്നു. നബിയുടെ ശൈലിയായിരുന്നു അത്. കാഫറുകൾ മരിക്കാൻ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോകും. എന്തിനാണ്? ഷഹാദത്ത് പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് പാലിക്കാത്തൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കാറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത് ബന്ധമുള്ള ഒരാളുടെ അടുത്ത് പോയി നമുക്ക് എന്തുകൊണ്ട് ഷഹാദത്ത് പറഞ്ഞു കൊടുത്തുകൂടാ? ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യം ഈ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. ഫഖാൽ, നബി അയാളോട് ചോദിച്ചു, കൈഫ തജിദുക്, കൈഫ തജിദുക്, നീ നിന്നെക്കുറിച്ച് എന്താണ് ഇപ്പൊ കാണുന്നത്, കരുതുന്നത്, എന്താണ് നിനക്കിപ്പോ തോന്നുന്നത്? ഖാല, ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നി അർജുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നു, അവന്റെ റഹ്മത്തിനെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയാണുള്ളത്. വ ഇന്നി അഖാഫു ദുനൂബി, ഞാൻ എന്റെ തിന്മകളെ ഭയക്കുകയും ചെയ്യുന്നു. എന്റെ തിന്മകളിലുണ്ട് അള്ളാഹ് എന്നെ ശിക്ഷിക്കുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. അള്ളാഹിനെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആൻ ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വഅമനഹു മിമ്മാ യഖാഫ്, വഅമനഹു മിമ്മാ യഖാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യജ്തമിആൻ, ഒരുമിച്ച് കൂടുകയില്ല, ഫീ ഖൽബി അബ്ദിൻ, ഒരടിമയുടെ ഹൃദയത്തിൽ, ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇതുപോലുള്ളൊരു സമയത്ത്, ഇതുപോലുള്ളൊരു സമയത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് കൂടുകയില്ല. ഇല്ല അല്ലാഹു മാ യർജു, അങ്ങനെ സംഭവിച്ചാൽ എന്തായിട്ടല്ലാതെ, അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നതെന്തോ പ്രതീക്ഷിക്കുന്നതെന്തോ അതവന് നൽകിയിട്ടല്ലാതെ. വഅമ്മനഹു മിമ്മാ യഖാഫ്, അവൻ പേടിക്കുന്നതിൽ നിന്ന് അവന് നിർഭയത്വം നൽകിയിട്ടല്ലാതെ. ഇത് രണ്ടുണ്ടായാൽ അള്ളാഹു അവന് പ്രതീക്ഷിക്കുന്നത് നൽകും, അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് നിർഭയത്വം നൽകും, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് നമുക്ക് രണ്ടാമതായി വേണ്ടത്. ആദ്യം വേണ്ട എന്താ? അള്ളാഹുവിന്റെ വിധിയിൽ, ഖദായിൽ തൃപ്തിയും അതിൽ ക്ഷമയും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരവും. രണ്ടാമത്തേത് എന്താ? അവന്റെ മനസ്സ് ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിലായിരിക്കണം. മൂന്നാമതായി വമഹ്മാ ഇസ്തദ്ദ ബിഹിൽ മറദ്, അവന് രോഗം എത്ര കഠിനമായാലും, ഇതാണ് മൂന്നാമത്തെ കാര്യം, രോഗം എത്ര കഠിനമായാലും ശരി, ഫലാ യജൂസു ലഹു, അവൻ അനുവദനീയമല്ല,
അയ്യതമന്നൽ മൗത്ത്, മരണത്തെ കൊതിക്കുക എന്നുള്ളത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിലല്ലേ? രോഗം എത്ര കഠിനമായാലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ലഹദീസി ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ യഅല ഹാക്കിം ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, സഹിഹായ സനദാണ്. أن رسول الله صلى الله عليه وسلم دخل عليهم وعباس عم رسول الله صلى الله عليه وسلم يشتكي. അവരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. റസൂലുള്ളാഹിന്റെ അമ്മായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരൻ. അദ്ദേഹം എന്താണ്? യസ്തക്കി, അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അടുത്തേക്ക് കയറി. ഫതമന്ന അബ്ബാസ് അൽ മൗത്ത്, അബ്ബാസ് മരണത്തെ ആഗ്രഹിച്ചു ആ സമയത്ത്, രോഗത്തിന്റെ കാഠിന്യം കാരണത്താൽ. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, യാ അം, ഓ എന്റെ മുത്താപ്പ അല്ലെങ്കിൽ അളാപ്പ എന്നാണ് എന്റെ അർത്ഥം. ലാ തതമന്നൽ മൗത്ത്, താങ്കൾ മരണത്തെ കൊതിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. ഫഇന്നക ഇൻ കുൻത മുഹ്സിനൻ, താങ്കൾ നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ ഫഅൻ തുഅഖർ തസ്ദദ് ഇഹ്സാനക, താങ്കൾ മുഹ്സിനാണെങ്കിൽ, നല്ല നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ താങ്കൾക്ക് എന്ത് ചെയ്യാം? സമയം നീട്ടി കിട്ടിയാൽ ആ നന്മ വർദ്ധിപ്പിക്കാം, നന്മ വീണ്ടും അധികം നന്മ ചെയ്യാം. ഇല ഇഹ്സാനിക്, താങ്കളുടെ നന്മയിലേക്ക് വീണ്ടും നന്മ ചെയ്യാം, നന്മ കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ വീണ്ടും ചെയ്യാം. ഖൈറുൽ ലക, അതാണ് താങ്കൾക്ക് നല്ലത്. വഇൻ കുൻത മുസീഅൻ, ഇനി താങ്കൾ തിന്മ ചെയ്യുന്ന ആളാണെങ്കിൽ, മോശക്കാരനാണെങ്കിൽ, രണ്ട് നിലക്കാരും എന്ത് ചെയ്യാൻ പാടില്ല? മരണം ആഗ്രഹിക്കാൻ പാടില്ല. മോശക്കാരനാണെങ്കിലോ ഫഅൻ തുഅഖർ ഫതുസ്തഅതബ് മിൻ ഇസാഅതിക ഖൈറുൽ ലക, താങ്കൾക്ക് സമയം നീട്ടി കിട്ടുകയും ആ തെറ്റിൽ നിന്ന് മടങ്ങി അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യാലോ, അതല്ലേ നല്ലത്, അതാണ് താങ്കൾക്ക് നല്ലത്. ഫലാ തതമന്നൽ മൗത്ത്, അതുകൊണ്ട് താങ്കൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഒരാൾ നല്ല ആളാണെങ്കിൽ മോശമാണെങ്കിൽ എന്ത് ചെയ്യരുത്? മരിച്ചിട്ടാൽ മതി ആഗ്രഹിക്കരുത്. പെട്ടെന്നുള്ള അപകട മരണങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം തൗബ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. നല്ല ആളാണെങ്കിൽ നന്മ വർദ്ധിപ്പിക്കാം, മോശം ആളാണെങ്കിൽ അതിനെ ഖേദിച്ചു മടങ്ങാം. അതുകൊണ്ട് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഇനി ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, വേറൊരു നിവൃത്തിയില്ല, ഒരു വഴിയില്ല, വഴിമുട്ടി എങ്കിലും ഫൽയഖുൽ, അവൻ എന്തേ പറയാൻ പാടുള്ളൂ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വഴിയുമില്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി, നീ എന്നെ ജീവിപ്പിക്കണേ, എനിക്ക് ആയുസ് തരണേ, മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, എനിക്ക് ജീവിതം ഖൈറായ അത്രയും കാലത്തോളം, ജീവിതം എനിക്ക് ഖൈറായ അത്രയും കാലത്തോളം നീ എനിക്ക് ഹയാത്ത് എന്ന് തരണേ. വതവഫനി, അല്ലാഹു എന്നെ മരിപ്പിക്കണേ, ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ കാര്യം, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങേയറ്റം ബുദ്ധിമുട്ടിയാലും ഇത് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. നാലാമത്തെ കാര്യം وإذا كان عليه حقوق فليؤدها إلى أصحابها إن تيسر له ذلك وإلا أوصى بذلك. നാലാമത്തെ രോഗിയായ ഒരു മനുഷ്യന് വേണ്ടത് എന്താണ്? وإذا كان عليه حقوق, എന്തെങ്കിലും ബാധ്യതകൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ فليؤدها إلى أصحابها, അതതിൻ്റെ ആളുകൾക്ക് വേഗം ഏൽപ്പിച്ചേക്കണം, നിറവേറ്റണം, ബാധ്യതകൾ വേഗം തീർക്കണം. മരണം വന്നാൽ, രോഗം വന്നാൽ, കാരണം മരണം അടുത്തു വന്നതിന്റെ സൂചനയാണ്. മനസ്സിലല്ലേ? രോഗിയായാൽ അങ്ങനെ ചെയ്യണം. ഇൻ തയസ്സറ ലഹു ദാലിക്, അയാൾക്കത് സാധിക്കുമെങ്കിൽ, അത് എളുപ്പമാകുമെങ്കിൽ. വഇല്ല, എനിക്ക് അത് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഔസാ ബിദാലിക്, എന്ത് വേണം? വസിയത്ത് കൊടുക്കണം. മരണശേഷം ഇത് ചെയ്യണം എന്ന് വസിയത്ത് കൊടുക്കണം.
അപ്പൊ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ മരണത്തിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വസിയ്യത്ത് കൊടുക്കണം. ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസാണ്. റസൂലുള്ളാഹി പറയുന്നു, മൻ കാനത ഇൻദഹു മദ്ലമത്തുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ മാലിഹി ഫൽയുഅദ്ദിഹാ ഇലൈഹി. നിങ്ങളിൽ ആർക്കെങ്കിലും ആരുടെ പക്കലാണുള്ളത് മദ്ലമത്തുൻ ലിഅഖീഹി മിൻ ഇർദിഹി, ആരെങ്കിലും ആരുടെങ്കിലും അഭിമാനത്തെ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പൈസ കൊടുത്ത് വീട്ടിൽ മാത്രമല്ല, പിന്നെ അതിനേക്കാളും അപകടമുള്ള കാര്യമുണ്ട്. പരലോകത്തെ അമലുകൾ കൈമാറേണ്ടി വരുന്ന കാര്യം അല്ലെ. പൈസ ചിലപ്പോൾ ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ വീട്ടിയേക്കാം അവരറിയണ്ടെങ്കിൽ. ഇതോ ചിലപ്പോൾ ആരും അറിയാതെ നമ്മൾ ഉപദ്രവിച്ചതായിരിക്കും. നമ്മൾ അത് അവൻ വീട്ടിൽ ഔമാലിഹി, അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഇയാൾ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ ഫല്യു അദ്യഹ ഇലൈഹി, അതവൻ കൊടുത്തു വീട്ടിക്കൊള്ളട്ടെ, അത് പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ. ഖബ്ല അൻ യഅതിയ യൗമുൽ ഖിയാമ, ഏതിനു മുമ്പ്? ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്. ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത എന്താണ്? ലാ യുഖ്ബലു ഫീഹി ദീനാറു വലാ ദിർഹം. അവിടെ പിന്നെ ദീനാറും ദിർഹവും കൊണ്ട് തീർക്കാൻ കഴിയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻ, അവൻ എന്തെങ്കിലും സാലിഹായ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവന്റെ പക്കൽ നിന്ന് അത് എടുക്കും. സാഹിബഹു, എന്നിട്ട് അതിന്റെ ആൾക്ക് ദുനിയാവിൽ ഏൽപ്പിക്കാനുണ്ടായിരുന്ന മൗലമത്തുണ്ടായിരുന്ന ആള്, അഭിമാനമോ പൈസയോ അന്യായമായി കവർന്ന് എടുക്കപ്പെട്ട ആളുകൾ, അയാൾക്കത് കൊടുക്കപ്പെടും. വഇല്ലം യകുൻ ലഹു അമലുൻ സാലിഹ്, ഇനി ഒരു അമലും സാലിഹ് മനുഷ്യന്റെ അടുത്തില്ലെങ്കിൽ ഉഖിദ മിൻ സയ്യിആത്തി സാഹിബിഹി ഫഹുമിലത് അലൈഹി, ഈ ദുനിയാവിൽ ദുൽമിനിരയായ ആളുടെ എന്തെടുക്കും? തിന്മെടുക്കും. എന്നിട്ട് ആർക്ക് കൊടുക്കും? ഇയാൾക്ക് കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള, അതദ്റൂന മൽ മുഫ്ലിസ്. മുഫ്ലിസിന്റെ ഹദീസ് കേട്ടില്ല? റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയാമോ? മുഫ്ലിസ് പറഞ്ഞാൽ എന്താ? പാപ്പരായ ആൾ, ഒന്നില്ല, എല്ലാം കഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ഖാലു, സഹാബിമാര് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദറാഹിമ ലഹു വലാ മതാ. ഞങ്ങൾ മുഫ്ലിസാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആരാധകന്റെ ഒരു നയാ പൈസ ഇല്ലാത്ത ആള്, ദിർഹമോ മതാഅോ, സാധാരണ വിഭവം ഒന്നുമില്ലാത്ത ഒരാളെയാണ്, ഒരു സ്വത്ത് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് നമ്മൾ മുഫ്ലിസ് എന്ന് പറയും. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസിയാമിൻ വസകാ. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാണെന്ന് അറിയുമോ? അവൻ ഖിയാമത്ത് നാളിൽ വരും നമസ്കാരവുമായിട്ട്, നോമ്പുമായിട്ട്, സകാത്തുമായിട്ട്. വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. അപ്പോൾ അത് അയാളെക്കുറിച്ച് പരാതികൾ ഇങ്ങനെ വരികയാണ്, അയാളെക്കുറിച്ച് ആരോപണങ്ങൾ വരികയാണ്, പരാതിക്കാർ വരികയാണ്. എന്താ പറയുന്നത്? ഇയാൾ ശതമ, ചീത്ത വിളിച്ചിട്ടുണ്ട്. വഖദഫ ഹാദാ, അത് പറഞ്ഞ ദുരാരോപണം ഉന്നയിക്കുക, വിചാരാരോപണം പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. അത് ഇയാളെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ട് പരലോകത്ത്. വാക്കലമാല ഹാദാ, ഇയാളുടെ ധനം അന്യായമായി തിന്നിട്ടുണ്ട്. ആരും അറിയാതെ പരലോകത്ത് ഈ ദുനിയാവിൽ പറ്റിച്ചതായിരിക്കും. പറ്റിക്കപ്പെട്ട മനുഷ്യൻ പോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പറ്റിച്ചിട്ടുണ്ട് അല്ലേ, അങ്ങനെ പറ്റിച്ചതായിരിക്കും. പക്ഷേ പരലോകത്ത് വെളിവാകും, എല്ലാം വെളിവാകും, എല്ലാ രഹസ്യങ്ങളും എല്ലാ പൂച്ചും പുറത്തു ചാടുന്ന നാളാണ് പരലോകം. അള്ളാഹു വെളിപ്പെടുത്തും. ആരെ മുന്നിൽ വെളിപ്പെടുത്തുക? ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും മുന്നിൽ. അതാണ് അപമാനിക്കുന്നു പറഞ്ഞത്. വലിയ അപമാനമാണതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടത്തേക്ക് നമ്മൾ ആരും വെക്കരുത്. മനസ്സിലായി? ഇവിടുന്ന് തീർത്താൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചാൽ രക്ഷപ്പെട്ടു. എന്നിട്ടാണ് അള്ളാഹിനോട് തൗബ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? തൗബ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അയാളായിട്ട് ആദ്യം തീർക്കണം, എന്നാലേ അള്ളാഹു പൊരുത്തപ്പെടുള്ളൂ. യാതൊരു സംശയമില്ല അതിൽ. എത്ര ആളുകളുണ്ട് അറബികളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പറ്റിച്ച് നാട്ടിൽ വന്ന് വലിയ മുതലാളിമാരായ ആളുകൾ ഇല്ലേ? കൊടുത്തു വിട്ടാൽ അത് അള്ളാഹു പൊരുത്തപ്പെടുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നാട്ടിൽ സ്വന്തം കൂടെ കച്ചവടം ചെയ്ത ആളുകൾ, കൂടെ പണിയെടുത്ത ആളുകൾ, കൂടെ പഠിച്ച ആളുകൾ, ഏതൊക്കെ നിലക്ക് ആളുകളെ പറ്റിച്ച വഞ്ചനയുടെ കഥകൾ പറയാൻ എത്ര മനുഷ്യന്മാർ. അവർ പേടിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിനെ പേടിച്ചു കൊള്ളട്ടെ, പരലോകത്തെ അവർ പേടിച്ചു കൊള്ളട്ടെ.
അതാ ഈ പരാതികൾ വരികയാണ്. വസഫക ദമഹാദ, ഈ മനുഷ്യന്റെ രക്തം ചിന്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. വറബഹാദ, ഇയാൾ അടിച്ചിട്ടുണ്ട് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാം വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഫയുഅതാ ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, അയാൾക്ക് ഇയാളുടെ നന്മകൾ വെച്ച് ഇയാൾക്ക് കൊടുക്കും, മറ്റവനും കൊടുക്കും. ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി. അങ്ങനെ അതിനു മുമ്പ് ഇതൊക്കെ ഈ ഇടപാടൊക്കെ തീർക്കുന്നതിന് മുമ്പ് ഇയാളുടെ ഹസനാത്തൊക്കെ തീർന്നുപോയി, നന്മകളൊക്കെ തീർന്നുപോയി, പരലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾ എല്ലാവർക്കും കൊടുത്തു തീർന്നു. ബാധ്യത തീർക്കുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഉഖിദ മിൻ ഖതായ, ഇയാളുടെ തെറ്റുകൾ എടുക്കും, ഫതുരിഹത് അലൈഹി, മനുഷ്യന് കൊടുക്കും. സുമ്മ തുരിഹ ഫിന്നാർ, അയാൾ എവിടത്തേക്ക് വലിച്ചെറിയപ്പെടും? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസും കൂടി ശൈഖ് അൽബാനി ഉദ്ധരിക്കുന്നു, ഇമാം ഹാസിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഅലൈഹി ദൈനുൻ, ആരെങ്കിലും മരിച്ചു, എങ്ങനെ ആയിക്കൊണ്ടാണ്? കടക്കാരനായിട്ടാണ് മരിച്ചത്. ഫലൈസ ثم دينار ولا درهم ولكنها الحسنات والسيئات. ദൈനും കടം കൊണ്ടാണ് മരിച്ചത്, പക്ഷെ പരലോകത്ത് പിന്നെ എന്തില്ല? ദിർഹം കൊണ്ട് കളിയില്ല, ദീനാറ് കൊണ്ട് കളിയില്ല. പരലോകത്ത് അല്ലാഹ് പൈസ കൊടുത്തിട്ടല്ല വീട്ടുന്നത്. പിന്നെയോ വലാകിന്നഹൽ ഹസനാതു വസ്സയ്യാത്ത്, അവിടെ നന്മകളും തിന്മകളും കൊണ്ടാണ് കരാർ ഇടപാടുകൾ തീർക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. വീണ്ടും പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അദ്ദൈനു ദൈനാൻ, അദ്ദൈനു ദൈനാൻ. ദൈൻ എന്താ? ദൈൻ കടം. കടം രണ്ടെണ്ണമാണ്. കടം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് കടങ്ങളുള്ളത്. വമൻ മാത വഹുവ യൻവി ഖദാഅഹു ഫഅന വലിയ്യുഹു വമൻ മാത വഹുവ ലാ യൻവി ഖദാഅഹു ഫദാക الذي يؤخذ من حسناته ليس يومئذ دينار ولا درهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ മാത, ആരെങ്കിലും മരിച്ചു, വഹുവ യൻവി ഖദാഅഹു, അവനത് വീട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഫഅന വലിയുഹു, ഞാനാണ് അവന്റെ വലിയ, അത് വീട്ടാൻ ഏറ്റവും അർഹൻ ഞാനാണ്, അവന്റെ വലിയ, ഞാനത് വീട്ടും. വമൻ മാത വഹുവ ലാ യൻവി ഖദാഅഹു, ഒരാൾ വീട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഫദാകല്ലദീ യുഖദു മിൻ ഹസനാതിഹി, അവന്റെ ഹസനാത്തിൽ നിന്ന് എടുക്കപ്പെടും. ലൈസ യൗമഇദിൻ ദീനാറും വലാ ദിർഹം, അന്ന് ദീനാറോ ദിർഹമോ ഇല്ല. മറ്റൊരു ഹദീസ് പറയുകയാണ്, ഹദീസല്ല, ഒരു സഹാബിയുടെ സംഭവമാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ സഹാബിയാണ് ജാബിർ. അദ്ദേഹത്തിന്റെ പിതാവാണ് അബ്ദുല്ലാഹ്, ഉഹുദിൽ ഷഹീദായ മഹാനായ സഹാബി. അദ്ദേഹം പറയുകയാണ്, ലമ്മ ഹദറ ഉഹുദുൻ, ഉഹുദ് യുദ്ധം വന്നപ്പോൾ, ഈ സംഭവം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭം എത്തിയപ്പോൾ, ദആനി അബീ മിനൽ ലൈൽ, യുദ്ധത്തിന്റെ തലേന്ന് രാത്രി എൻ്റെ ഉപ്പനെ വിളിച്ചു. ഉപ്പനെ വിളിച്ചിട്ട് ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ യുഖ്തൽ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, എനിക്ക് തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ നിന്ന് ആരെങ്കിലും നാളെ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. മോനെ വിളിച്ചിട്ട് പറയാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. وإني لا أترك بعدي أعز علي منك غير نفس رسول الله صلى الله عليه وسلم. മോനെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല നിന്നെക്കാളും എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട, ഞാൻ മഹത്വം കൽപ്പിക്കുന്ന ഒരാളെയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ. മനസ്സിലല്ലേ? എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, വ ഇന്ന അലയ്യ ദൈനൻ, മോനെ എനിക്ക് കടുണ്ട് കുറച്ച്, ഫഖ്ദി, നീ അത് വീട്ടണം. വസ്തൗസി ബിഇഖ്വതിക ഖൈറ, നിന്റെ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ നിനക്ക് വസിയത്ത് നൽകാണ്. അദ്ദേഹത്തിന് കുറെ പെൺമക്കളായിരുന്നു, കട ഒരുപാടുണ്ട്. ആ കടം വീട്ടുന്ന കഥ ഇനി വരാനുണ്ട്. കടം കുറേ ഉണ്ട്, പക്ഷേ ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ, കുറച്ച് ഈത്തപ്പഴം മാത്രം. ഒരൊറ്റ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വസ്തു കിൻഡൽ കണക്കിന് ആളുകൾക്ക് അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കിക്കൊടുക്കുക തീരൂല. റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്ത് പ്രകടമാവുന്ന ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് വരാനുണ്ട്. വസ്തൗസി, ഞാൻ നിന്റെ സഹോദരങ്ങളെ കുറിച്ച് നിന്നോട് ഖൈർ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇത് രാത്രി പറഞ്ഞു, യുദ്ധത്തിന്റെ രാത്രി. ആരോടെ പറയുന്നത്? ഏതാ സഹാബി? ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ ബിൻ അബ്ദുല്ലാണ് പറയുന്ന മകൻ ജാബിറിനോട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅസ്ബഹ്നാ, അങ്ങനെ രാവിലെയായി. ഫകാന അവ്വലു ഖതീലിൻ, ഈ സഹാബി ഉപ്പയാണ് ഉഹദിൽ ആദ്യം കൊല്ലപ്പെട്ടു.
രാത്രി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ തോന്നിയപ്പോൾ മകനെ വിളിച്ചിട്ട് വസിയത്ത്. ഞാൻ നേരത്തെ കടം ഓർമ്മ വന്നു, നാളെ കൊല്ലപ്പെട്ടാൽ മോനെ ഇത് വീട്ടണമെന്ന് മോനോട് വസിയത്ത് നൽകി നമ്മളും പാലിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാരണം ഒരു രോഗിയായാൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. അവസാനം പറഞ്ഞ 2 ഏതാ? കടം വന്നാൽ ഒരു ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കണം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്യണം. അതിന് മുമ്പ് പറഞ്ഞതാ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അതാ 5-മത്തത് വലാ ബുദ്ദ മിനൽ ഇസ്തിഅജാൽ ബിമിസ്ലി ഹാദിഹിൽ വസിയ്യ. 5-മത്തത് അതേ കാര്യം തന്നെയാണ്, പക്ഷെ ഷെയ്ഖ് അൽബാനി ഒരു നമ്പറും കൂടി ഇട്ട് എണ്ണി പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും മറക്കരുത്, ഉപേക്ഷിക്കാനേ പാടില്ല. ഇസ്തിഅജാൽ തിരക്ക് കൂട്ടണം, ധൃതി പിടിച്ച് ചെയ്യണം ഇതുപോലുള്ള വസിയത്തുകൾ. ഇതുപോലുള്ള വസിയത്ത് ചെയ്യാൻ ഒരിക്കലും സമയം നീട്ടി വെക്കരുത് രോഗം വന്നാൽ. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 5-മത്തെ കാര്യം. ഇങ്ങനെ ഇതുപോലുള്ള വസിയത്തുകൾ നീട്ടിവെക്കരുത്, ധൃതി കാണിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ യബീതു ലൈലതൈൻ വലഹു ശൈഉൻ യുരീദു അൻ യൂസി ഫീഹി ഇല്ലാ വവസൈതുഹു മക്തൂബത്തുൻ ഇൻദ റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ 2 രാത്രി ഉറങ്ങുകയാണെങ്കിൽ അവൻ ഇതുപോലെ എന്തെങ്കിലും ഹക്കുണ്ടെങ്കിൽ ഞാൻ അവനോട് വസിയത്ത് ചെയ്യുന്നു, അത് എഴുതി വെച്ച് അവന്റെ തലക്കരികിൽ വെച്ചിട്ട് വേണം ഉറങ്ങാനെന്ന്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാം, എന്ത്? മാ മറത്ത് അലയ്യ ലൈലത്തുൻ മുൻദു സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക് ഇല്ലാ വഇൻദി വസിയത്തി. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് കേട്ട ശേഷം എന്റെ വസിയത്ത് എഴുതി വെക്കാതെ, എന്റെ തൽക്കരി വെക്കാതെ ഒരു രാത്രി പോലും ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. മനസ്സിലല്ലോ? ഈ വസിയത്ത് പറഞ്ഞാൽ സ്വത്ത് ഓഹരി വെക്കുന്നതിനെ പറ്റിയിട്ടല്ല, അത് മൻസൂഖായി. അല്ലാഹു ഇൽമുൽ മീറാസ് അവതരിപ്പിച്ചതിന് ശേഷം, അനന്തരാവകാശ സ്വത്തിനെ കുറിച്ച് അവതരിപ്പിച്ചതിന് ശേഷം അത് മൻസൂഖായി. പക്ഷേ ഇതെന്തിനെ കുറിച്ചാണ്? ബാധ്യതകൾ. അതുപോലെ അവകാശികളല്ലാത്ത ആളുകൾക്ക് വസിയത്ത് ചെയ്യാം. നമ്മുടെ മരണശേഷമുള്ള സ്വത്ത് കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവകാശികൾ, അവർക്ക് വസിയത്ത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവർക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അവർക്ക് നമ്മളുടെ സ്വത്തിൽ അവകാശം ഇല്ലാത്ത ആളുകൾക്ക് വസിയത്ത് ചെയ്യാം. പക്ഷെ പരിധിയുണ്ട്. ഇത്ര 3/1 കുറക്കുന്നതാണ് ഉത്തമം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തുലിസ് കസീറാണ്, 3/1 തന്നെ ധാരാളമാണ്. അപ്പൊ 3/1 അല്പം കുറക്കുന്നതാണ് നല്ലത്. ഒരു മക്കളെ ഹദീസ് വരുന്നുണ്ട്, പ്രത്യേകം ഇൽമുൽ മിറാസുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വസിയത്ത്. അതുപോലുള്ള വസിയത്ത് അല്ലെങ്കിൽ ബാധ്യതയുള്ള വസിയത്ത്, ഇങ്ങനെ പ്രത്യേകിച്ച് ബാധ്യതയുള്ള വസിയത്ത് എഴുതി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇതാണ് 5-മത്തെ കാര്യം. പ്രത്യേകിച്ച് രോഗം വന്നാമത്തെ കാര്യമാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6-മത്തെ കാര്യം വയജിബു, അയാൾക്ക് നിർബന്ധമാണ് അയ്യൂസി ലിഅഖ്രിബാഇഹി അല്ലദീന ലാ യരിസൂന മിൻ. അയാളുടെ സ്വത്ത് കിട്ടാത്ത അടുത്ത ബന്ധുക്കൾ ഉണ്ടാവും, ചിലപ്പോ പാവങ്ങളായ ആളുകൾ. അവർക്ക് സ്വത്ത് എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യണം. സ്വത്ത് വസിയത്ത് ചെയ്യൽ, അതാണ് അടുത്ത കാര്യം. മനസ്സിലായില്ലേ? എന്താണ്? സ്വത്തിന് അവകാശമില്ലാത്ത അടുത്ത ബന്ധുക്കൾ, പാവങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് വസിയത്ത് ചെയ്യൽ അത് നിർബന്ധമാണ്, അത് അയാൾ ചെയ്യേണ്ടതാണ്. ലിഖൗലിഹി തബാറക വതആല, അല്ലാഹുവിന്റെ ഈ വാക്ക് കാരണത്താൽ പറഞ്ഞത് നിർബന്ധം. സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ ആയത്ത്, കുതിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇദാ ഹദറ അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും മൗത്ത് ഹാദിറായാൽ, മരണാസന്നനായാൽ, ഇൻ തറക ഖൈറൻ, അവൻ എന്തെങ്കിലും ഒരു ഖൈർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ, മാതാപിതാക്കൾക്കും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കും എന്ത് ചെയ്യൽ? വസിയ്യത്ത് ചെയ്യൽ, ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ബാധ്യത. മാതാപിതാക്കൾ അവകാശികൾക്ക് എന്തില്ല? വസിയ്യത്ത്. അത് ആയത്തുൽ മിറാസോടുകൂടി നുസ്ഖ് ചെയ്യപ്പെട്ടു. എന്നാൽ ബന്ധുക്കൾക്കുള്ളത് നിലനിൽക്കുന്നു. ഇതാണ് 6-മത്തെ കാര്യം. 7-മത്തത് വലഹു അൻ യൂസി ബിസ്സുലുസി മിൻ മാലിഹി,
ولا يجوز الزيادة عليه بل الأفضل أن ينقص منه لحديث سعد بن أبي وقاص رضي الله عنه. നേരത്തെ പറഞ്ഞ കാര്യം വസിയത്ത് ചെയ്യുമ്പോൾ എത്രയേ പാടുള്ളൂ? 1/3. അതുപോലെ അതിൽ കൂട്ടാൻ പാടില്ല. അഫ്ദൽ അതിൽ നിന്ന് കുറക്കലാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇസ്ലാം എത്രമാത്രം, അള്ളാഹു എത്രമാത്രം നല്ല ദീനാണ് നമുക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് ഈ ഹദീസ് കേട്ടാൽ മനസ്സിലാവും. ഇത് സഅദ് ബിൻ അബി വഖാസ് പറയുന്നു, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ. ഞാൻ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു, നബിയുടെ അവസാനത്തെ ഹജ്ജിൽ. ഫമരിൽതു മറദൻ, അപ്പോൾ എനിക്കൊരു രോഗം ബാധിച്ചു. അശ്ഫൈതു മിൻഹു അലൽ മൗത്ത്, മരിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മരിച്ചില്ല. അന്നാണ് ഈ ഹദീസ് പിന്നെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. ഷെയ്ഖ് അൽബാനിയുടെ അദബുൽ മുഫ്രദിലൊക്കെ മോൾ ഉദ്ധരിക്കുന്നത്. സഅദ് ബിൻ അബി വഖാസ് തന്നെ പറയുന്നു, ഫആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ രോഗിയായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ എന്നെ സന്ദർശിച്ചു. രോഗിയെ സന്ദർശിക്കണം. മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ത്? രോഗിയായാൽ സന്ദർശിക്കുക. എന്തൊക്കെ 6 ബാധ്യതകൾ? കണ്ടാൽ സലാം പറയാം, പിന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അർഹമുക്കല്ലാഹ് എന്ന് പറയുക, അത് ഈ 6 ബാധ്യതയിൽ ഒന്നാണ്. 3, നിന്നോടവൻ ഇശാറത്ത് ചോദിച്ചാൽ, ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടി വന്നാൽ, നസീഹത്തിന് വേണ്ടി വന്നാൽ അവന് കൂടിയാലോചിക്കുക, അവന് ഉപദേശം കൊടുക്കുക. ഉപദേശത്തിന് വന്നാൽ ഉപദേശം കൊടുക്കുക. കച്ചവടത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ അറിയുന്ന കാര്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് കൂടുതൽ അറിയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ വന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സത്യം പോലെ പറഞ്ഞു കൊടുക്കണം. മനസ്സിലല്ലേ? നമുക്ക് ചതിയനാണും വഞ്ചകനാണെന്നൊക്കെ നമുക്ക് നന്നായി അറിയുന്ന ആളുകളുമായി കച്ചവടം കൂടുന്നു കണ്ടാൽ ഒരാൾക്ക് നസീഹത്തുകൊണ്ട് എന്ത് പറഞ്ഞു കൊടുക്കണം? അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അത് ദൈവത്താവില്ല ആ സന്ദർഭത്തിൽ. അതൊക്കെ പണ്ഡിതന്മാരെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ കണ്ടാൽ സലാം പറയാ, തുമ്മിയ അൽഹംദുലില്ലാഹ് പറയാ, നമുക്കല്ലാ എന്ന് പറയാ, കാര്യങ്ങൾ അന്വേഷിച്ചു വന്നാൽ ഉപദേശിക്കുക, പിന്നെയോ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ആ ക്ഷണിക്കുന്ന സ്ഥലത്ത് ഹറാമായ അള്ളാഹുവിന് ദേശീയമുള്ള എന്തെങ്കിലും ഇല്ലെങ്കിൽ, മ്യൂസിക് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ, അത് നിർത്താൻ വേണമെങ്കിൽ പോയി നിർത്തണം, മനസ്സിലല്ലോ. അതല്ലെങ്കിൽ മാറി നിൽക്കണം. അടുത്തതെന്താ? രോഗിയായാൽ സന്ദർശിക്കുക. അവസാനത്തത് മരണപ്പെട്ടാൽ ജനാസ പിന്നാലെ പോവുക. അതുപോലെ കഫനിലും പറ്റുമെങ്കിൽ കുളിപ്പിക്കലിലും ഒക്കെ പങ്കെടുക്കുക. ഇതാണ് 6 ബാധ്യതകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസിനെ സന്ദർശിച്ചു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി മാലൻ കസീറാ. കേൾക്കൂലേ? ഇന്നലി മാലൻ കസീറാ, എൻ്റെ അടുത്ത്, അല്ലാഹുവിന്റെ റസൂൽ, എൻ്റെ അടുത്ത് ധാരാളം പൈസ ഉണ്ട്. ഇന്നലി മാലൻ, എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്. വലൈസ യരിസുനി ഇല്ലാ ഇബ്നത്തുൻ ലീ, എനിക്ക് എൻ്റെ അനന്തരാവകാശിയായി ആര് മാത്രമേ ഉള്ളൂ? ഒരു മോള് മാത്രമേ ഉള്ളൂ. അഫഊസി ബിസുലുസൈ മാലി, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എൻ്റെ സ്വത്തിൽ നിന്ന് 2/3 വസിയത്ത് ചെയ്യട്ടെ. സുലുസൈ മാലി. ഈ ഹദീസ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നബി പറഞ്ഞില്ല, പാടില്ല. കാലക്കുൽസു ബി ഷത്രി മാലി, എൻ്റെ മാലിന്റെ പകുതി പറ്റുമോ? നബി സല്ലല്ലാഹു പറഞ്ഞില്ല. ഫസുലുസു മാലി, 3/1 പറ്റുമോ? നബി പറഞ്ഞു അസ്സുലുസു കസീർ, അതെ 3/1 ധാരാളമാണ്. ഇന്നക അൻ തദഅ വറസതക അഗ്നിയ ഖൈറുൽ ലക മിൻ അൻ തദഅഹും ആലത്തുൻ യക്തകഫഫൂന الناس, നിന്റെ അനന്തരാവകാശികളെ നിന്റെ മരണശേഷം ജനങ്ങളോട് യാചിക്കുന്നവരാക്കി, കൈനീട്ടുന്നവരാക്കി നീ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലെന്താ? അവരെ സമ്പന്നരാക്കി, സ്വയം പര്യാപ്തരാക്കി വിട്ടേച്ചു പോകുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നക യാ സഅദ് ലൻ തുൻഫിഖ നഫഖത്തുൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹി തആല ഇല്ലാ ഉജിർത അലൈഹാ. സഅദേ, നീ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്ത് ചെലവഴിച്ചാലും അത് നിനക്ക് കൂലി കിട്ടും. ഹത്തൽ ലുഖ്മത തജഅലുഹാ ഫീ ഇംറഅതിക, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും, ഒരു ഭക്ഷണത്തിന്റെ ഒരല്പം ഭക്ഷണം പോലും, അപ്പോൾ സ്വന്തക്കാർ കൊടുക്കുമ്പോൾ കൂലി ഇല്ലാന്നല്ല, അത് എനിക്ക് കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അതിനാണ് കൂടുതൽ പ്രതിഫലം എന്ന് മറ്റ് ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഞായറാഴ്ച അല്ല, എൻ്റെ അപ്പുറത്തെ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ
തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തു വരണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.